ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇടവേള റാഫിയാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് കക്കാടംപൊയിൽ തിരുവമ്പാടി നിലമ്പൂർ അടുത്ത് ഞങ്ങൾ റിസോർട്ടിൽ മലബാർ റിസോർട്ടിലാണുള്ളത്. ഓക്കെ, അത് ദൃശ്യങ്ങൾ കാണിച്ചു തരാം. ജസ്റ്റ് വെയിറ്റ്. ഇവിടെ പ്രകൃതിയിലുള്ള ഇവിടെ നാച്ചുറലായിട്ടുള്ളൊരു ചെടിയാണിത്. വേണ്ട അങ്ങനെ മുളച്ചതാണ്. ഇതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്തിട്ട് നിങ്ങളാണ് പോയാൽ മതി. ബാക്കിയുള്ള വീഡിയോസ് കാണാം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് റിസോർട്ടിൽ നിന്ന് ഒരു സ്വിമ്മിംഗ് ഒക്കെ കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു. ഓക്കെ, ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള നല്ല ഗ്രാമഭംഗിയുള്ള വീടുകൾ തന്നെയാണുള്ളത്. എല്ലാ വീടിനും ഇത്തരം നല്ല ചെടികളൊക്കെ ഒരുക്കി നല്ല വൈബാക്കിയിട്ടാണ് നിർത്തിയിട്ടുണ്ട് കേട്ടോ. പക്ക ഒരു ഗ്രാമത്തിൻ്റെ ഭംഗിയോട് കൂടിയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ഓക്കെ, കണ്ടോ എന്താ ഭംഗി. അത് ടൂറിലുള്ള പ്രിയപ്പെട്ട ഫൈസൽ എങ്ങനെയുണ്ട് ഇവിടുത്തെ വൈബ്? നല്ല രസമുണ്ട്, നല്ല ക്ലൈമറ്റ് ആണ്. ഇപ്പോൾ പുറത്ത് നല്ല ചൂടല്ലോ, പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല ക്ലൈമറ്റ് ആണ്, നല്ല തണുത്ത കാറ്റും ചെറിയ കോടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഷംസുവിന്റെ അഭിപ്രായം എന്താ? അടിപൊളി. ഞങ്ങൾ കക്കാടംപൊയിലാണ്. അടിപൊളിയല്ലേ? അടിപൊളി. ഇത് ഇപ്പോൾ വരുമ്പോൾ നല്ല ചൂടായിരുന്നു, പക്ഷെ ഇവിടെ വന്നിട്ടുള്ള ഈ ക്ലൈമറ്റ്, ഇവിടെ കോടറങ്ങിൽ മഞ്ഞ നല്ലൊരു കുളി, അതൊക്കെ പുറമെ നമ്മുടെ ജോസേട്ടൻ്റെ കട നല്ല പഴംപൊരി ചായ. അടിപൊളി. റിയാസ്, എന്താണ് എക്സ്പീരിയൻസ്? എന്തൊരു വടികുത്തിലൊക്കെ എന്താ ഈ റേഞ്ച് കയറാൻ വേണ്ടി ഹൈ റേഞ്ച് കയറുന്ന കാരണമാണോ? റേഞ്ച് കയറുമ്പോൾ എപ്പോഴും ഈ ഡിസ്കിന് ചെറിയ കംപ്ലൈൻറ്റ്. അതാണ്, അല്ലാണ്ട് ഞാൻ വിചാരിച്ചെന്ന് സപ്പോർട്ട് ചെയ്യുന്നത് ഈ കടമറ്റത്ത് കത്തനാരെ പോലെ വടികുത്തടക്കുമ്പോഴേ. സപ്പോർട്ട് അല്ല, എങ്ങനെ മൊത്തത്തിൽ എന്ത് തോന്നി? കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ വരുന്ന സമയത്ത് ചൂടായിരുന്നു, പക്ഷെ ഇപ്പോൾ നല്ല തണുപ്പ്, കോട മഞ്ഞൊക്കെ ഇറങ്ങുന്നുണ്ട്. കണ്ടോ അങ്ങോട്ട് കണ്ടോ? ശരി. ഞങ്ങൾ നമുക്ക് ആ ഭാഗത്തേക്ക് നമ്മുടെ റിസോർട്ടൊക്കെ ഞാൻ കാണിക്കാൻ പോവാണ്. ഓക്കെ, കണ്ടോ അവർ സംസാരിച്ചത് ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ഇത് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് നല്ല കണ്ട മൂന്നാളെയും നമ്മളൊരു ഇതൊക്കെ എടുത്ത് അവരുടെ ഒരു ബൈറ്റൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. കണ്ടോ നടത്താൻ ഞങ്ങൾ എവിടെ ഇങ്ങനെ ടൂർ പോയാലും ഇത്രയും നടക്കാൻ ഇറങ്ങാറുണ്ട്. അതൊരു വൈബ് വേറെയാണ്. ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള റൂംസുകൾ ഇങ്ങനെ അതിന് ബില്ലേഴ്സുകൾ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. ആളുകൾ വരുമാനനുസരിച്ചിട്ട് തുറന്നു കൊടുക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടി. കണ്ടോ ഹോം സ്റ്റേകൾ ഇത്തരത്തിൽ ഒത്തിരി ഉണ്ട് ഇവിടെ. പ്രകൃതിയുടെ കളകളാ താളം കെട്ടിങ്ങനെ പൂരിയാണ്. കണ്ടോ ഇവിടെ കണ്ട് നാച്ചുറലായിട്ടുള്ള ഇത്തരത്തിലുള്ള ചെടികൾ കാണുന്നുണ്ട്, പുഷ്പിച്ച് നിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ പറമ്പുകളിലും പാടങ്ങളുടെ സൈഡിലൊക്കെ കണ്ടിരുന്ന ഒരു പൂനെ. കണ്ടോ അവിടെ നല്ല താഴേക്ക് കണ്ടോ ഭയങ്കര കൊക്കയാണ്. അതിലൂടെ ഒരു അരുവി ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ റോഡ് നേരെ അങ്ങോട്ട് മേലോട്ട് കയറിയപ്പോൾ പല റിസോർട്ടുകൾ അവിടെ ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് അത് ലെഫ്റ്റേക്ക് തിരികെ പൊടിമണ്ണുള്ള റോഡാണ്. കണ്ടോ ഞങ്ങളത് മലബാർ, കണ്ടോ മലബാർ മാസ്ക് എന്ന് പറഞ്ഞ റിസോർട്ടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്, ചൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ സ്വിമ്മിംഗ് പൂളും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഓക്കെ, ഞങ്ങൾ അതിലേക്ക് പോകണം. ഞങ്ങൾ നടന്ന് അങ്ങോട്ട് എത്താൻ പോകണം. ഓൾമോസ്റ്റ് അവിടെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫാമിലീസ് അവിടെ എൻജോയ് ചെയ്യും. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇവിടെ നടക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ആ ലൈറ്റോട് കൂടി അലങ്കരിച്ച് നിൽക്കുന്ന ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ റിസോർട്ട്. ഓക്കെ, ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോകണേ, കാണിച്ചു തരാം. ഞങ്ങളുടെ റിസോർട്ടൊക്കെ ഏകദേശം നടന്ന് ഇവിടെ എത്താറായി. അപ്പോൾ ഇവിടെ നമുക്ക് അതിൽ കാണാൻ കഴിയുന്നതെന്നറിയും നല്ല നാടൻ സ്റ്റൈലിലുള്ള കപ്പ, കൊള്ളി, ചെരുവെടുത്ത് പൂള എന്നൊക്കെ പറയും. മലപ്പുറം ഭാഷയിൽ പറഞ്ഞ പൂള, കപ്പ, കൊള്ളി. ഇവിടെ ഒരു കൃഷി ഇടുന്ന വലിയൊരു കൃഷി ഏരിയ തന്നെയാണ്. കണ്ടോ ഗ്രില്ലൊക്കെ പ്രത്യേകം വെച്ചിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ഇവിടെ നല്ല നേന്ത്രവാഴ കൃഷിയുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ പന്നികടയും അതുപോലെ തന്നെ മറ്റ് ജീവികളൊക്കെ ശല്യമുള്ളതൊക്കെ ഷോക്കുള്ള ഇത് പ്രത്യേകം പറഞ്ഞ് നടന്നു വരുമ്പോൾ ശ്രദ്ധിക്കണേ. ഷോക്ക് ഇപ്പോൾ കൊടുത്തിട്ടില്ലെന്ന്, പക്ഷേ അങ്ങനെ സാധനമാണെന്ന് പറഞ്ഞു വരും. ഇതുണ്ട് ഒരു വള്ളി പോകുന്നുണ്ട് ഇരുമ്പിൻ്റെ. കണ്ടോ ഇതൊക്കെ അങ്ങനെ ഓരോ ഭാഗത്ത് സ്റ്റേ കൊടുത്തിരിക്കുകയാണ്. ഏകദേശം മുപ്പായിക്കൊണ്ടിരിക്കുന്ന നേന്ത്രവായ കണ്ടോ വാഴക്കൂട്ടങ്ങൾ തന്നെയാണ് കാണുന്നത്. കണ്ടോ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം തന്നെ കേട്ടോ. വരേണ്ടതാണ്, എപ്പോഴും ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം കൂടിയാണ് ഈ ഏരിയ. തിരിഞ്ഞു വന്നാൽ മറ്റൊരു റിസോർട്ടിലേക്ക് പോകാനുള്ള വഴിയാണ് കാണുന്നത്. കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ഓഫ് റോഡ് ഒരു മൂഡാണ്. എന്തായാലും നല്ല തണുപ്പുള്ള അന്തരീക്ഷമാണ്. നല്ല തണുപ്പ് ഇപ്പം തന്നെ ഓൾറെഡി ഫീൽ ചെയ്യുന്നുണ്ട്. നാട്ടിൽ നിന്ന് കയറി വരുമ്പോൾ ഭയങ്കര ചൂടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു തണുപ്പിലേക്ക് എത്തി. ഞാൻ സാധനം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വൈകിട്ട് ഒരു 6-6:30 മണിയാണ് സമയം കേട്ടോ. ഓക്കെ, അപ്പോൾ നടന്ന് ഞങ്ങൾ റിസോർട്ടിലേക്ക് എത്തിയിട്ട് ഞങ്ങൾ റിസോർട്ടിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. കണ്ടോ ഓക്കെ, ജസ്റ്റ് ഓക്കെ ഞാൻ കാണിക്കാൻ വേണ്ടി പോണേ. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ എൻട്രൻസിലെ ബോർഡ് തന്നെ കേട്ടോ. ഒരു സൈഡ് ബോർഡാണ്. ഓക്കെ, മുകളിൽ കണ്ട ഗംഭീരമായ രീതിയിൽ നല്ല ലൈറ്റൊക്കെ വരുന്നൊരു എൻട്രൻസ് ആണ് കേട്ടോ. ഓക്കെ, ഇതിങ്ങനെ ഒരു ഹട്ടുകളായിട്ടും ചെയ്തിരിക്കുകയാണ്. താഴെയും മുകളിലായിട്ട് AC ഫെസിലിറ്റീസ് തന്നെയാണ്. കാരണം ഇത് റൂമിൻ്റെ സൈഡാണ്. കയറി വരുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വൈബിലേക്ക് അങ്ങനെ പോകും കേട്ടോ. ഓക്കെ, നല്ല അടിപൊളിയാണ്. ഈ ഒരു ഹട്ടിനകത്ത് തന്നെ 3 റൂം പ്രൊവൈഡ് ചെയ്തു. 3 ഡോറുണ്ട്. ഫ്രണ്ടിലൂടെ മുകളിലും താഴെയായിട്ടുണ്ട്. ഇവിടെ മറ്റൊരു എൻട്രൻസ് വെച്ചിട്ടുണ്ട്. സാധാരണ മറ്റേ റിസോർട്ടുകളൊക്കെ അപേക്ഷിച്ച് സ്വസ്ഥതയുണ്ട്. വളരെ ഫ്രീ ഉള്ള ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ചൂസ് ചെയ്യാൻ പറ്റും. നല്ല വൃത്തിയുള്ള അന്തരീക്ഷം, ഏകദേശം പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള നല്ല രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു പ്രധാന കവാടും മറ്റേ ഏരിയയൊക്കെ തന്നെയാണ്. ഞാൻ നടന്നു വന്ന ഏരിയയാണ് കേട്ടോ. ഞങ്ങളെ കൂട്ടുകാർ കൂടുതലവരൊക്കെ നടന്നു വരുന്നത് കണ്ടോ. ഇതൊരു ഹട്ടാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഓരോ ഹട്ടായിട്ട് ഇങ്ങനെ സൗകര്യം ചെയ്തിട്ടുണ്ട്.
അവിടെ കസ്റ്റമേഴ്സൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഓൾറെഡി ഇതാണ് റിസപ്ഷൻ വരുന്നത് കേട്ടോ. ഇതാണ് ഞങ്ങൾ വന്ന വണ്ടി. ഓക്കെ, AC സൗകര്യമുള്ള സുൽത്താൻ എന്ന് പറഞ്ഞ വണ്ടി, ഞങ്ങൾ വന്ന വണ്ടിയാണ്. ഓക്കെ, എപ്പോഴും നമുക്ക് ചൂസ് ചെയ്യാം. നല്ല സാരഥിയാണ്, നമ്മളെ ഉത്തരവാദിത്തത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന സാരഥിയും കൂടിയാണ്. ഓക്കെ, താങ്ക് യു. ഇനി രാത്രി വൈബിളിലേക്ക് ഞങ്ങൾ പോകണം. ഏകദേശം 6:45 സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കണ്ടോ ഇവിടെ ഏകദേശം അത്യാവശ്യം നല്ല ഗസ്റ്റ് ഒക്കെ ഉള്ളൊരു ദിവസം തന്നെയാണെന്ന്. ഓക്കെ, എനിവേ കണ്ടോ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. റിസപ്ഷനിൽ കയറി വരുമ്പോൾ നേരെ കാണുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെയൊക്കെ ഫുൾ പക്ക പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. പുകയില നിരോധിത മേഖലയാണ്. വളരെ പ്രൊട്ടക്റ്റോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇത് വന്ന് സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയാണ്. സ്വിമ്മിങ് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്ന് കണ്ട ഇവിടെയൊക്കെ പ്രത്യേകം നമുക്ക് തയ്യാറാകാനുള്ള ബാത്റൂംസൊക്കെ ഇവിടെ തയ്യാർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ സ്വിമ്മിംഗ് പൂൾ സെറ്റാക്കിയിട്ടുള്ളത്. ഓക്കെ, ഞങ്ങളിപ്പോൾ സ്വിമ്മിംഗ് പൂൾ നല്ലൊരു നീരാട്ട് കഴിഞ്ഞ് കയറിയിട്ടാണ് ഞങ്ങൾ നേരെ പോയി ഞങ്ങൾ പുറത്ത് പോയി ഒരു ചായയൊക്കെ കുടിച്ചു. നല്ല വൈബായിട്ടൊന്ന് നടന്നു റിലാക്സ് ചെയ്ത് നല്ല രസമുണ്ട്. ഇത് നല്ല തണുത്ത അന്തരീക്ഷം കണ്ട, നല്ല തണുത്ത കാറ്റടിക്കുന്നത്, കൊടികളൊക്കെ പറക്കുന്നുണ്ടോ, അത് വെറുതെ കാറ്റടിച്ചിട്ടില്ല, തണുത്ത കാറ്റടിച്ചിട്ടാണ്. ഓക്കെ, കണ്ടോ നല്ല വൈബ് ചെയ്യുക, ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ. നല്ല വൈബുള്ള റിസോർട്ട് തന്നെയാണ്, നമുക്ക് എപ്പോഴും ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇടവേള റാഫ് യൂട്യൂബ് ചാനൽ കണ്ടാൽ നമുക്കറിയാലോ, കല കൃഷി യാത്ര. ഞാൻ കണ്ട കയറി വന്ന വഴിയാണ് കണ്ടോ, അങ്ങനെ കയറി വന്ന നേരെ കണ്ടെത്തും. അപ്പോൾ സ്വിമ്മിംഗ് പൂളോട് കൂട്ടി ഞാൻ കാണിക്കുമ്പോൾ എങ്ങനെയാണ് വരിക കണ്ടോ, നേരെ അങ്ങനെ വരും. നേരെ പിന്നെ പ്രകൃതിയുടെ കണ്ടോ നല്ല കോടമഞ്ഞിറങ്ങി അവിടെ ക്യാമറ വെക്കാൻ തന്നെ അത്ര ഇരട്ടായിക്കൊണ്ടിരിക്കുക. ആ ഭാഗത്ത് കണ്ടോ ഒരു ബ്ലറർ വന്ന് തുടങ്ങി അവിടെയൊക്കെ. ഓക്കെ, ഇനിവേ അതവിടെ വേറെ ഹട്ടുണ്ട്. അങ്ങനെ ഓരോ പോർഷനായിട്ടാണ്, ഓരോ ഹട്ടായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം രീതിയിൽ തന്നെ ഒക്കെ അറിയാലോ, ഒരു സ്റ്റാർ ഫെസിലിറ്റീസ് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം ആകാശമുട്ടത്തോളം നിൽക്കുന്ന രീതിയിലുള്ള ചെടികൾ നമുക്ക് ഫീൽ ചെയ്യും. നല്ല ഹൈറ്റുള്ള ചെടികൾ കണ്ടോ. ഓക്കെ, നല്ല തണുത്ത അന്തരീക്ഷം, നല്ല വൈബാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇടവേള റാഫ് യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രൊമോട്ടർമാർ നമുക്ക് ആരുമില്ല കേട്ടോ, നിങ്ങൾ തന്നെ പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ, സ്വിമ്മിംഗ് പൂളോട് ചേർന്നുകൊണ്ട് ഇവിടെ നല്ലൊരു വിശാലമായ നല്ല രസമുള്ള ഒരു അടിപൊളി ഒരു കിണറുണ്ടാക്കിയിട്ടുണ്ട്. നല്ല വൈബാണ് കാണാൻ, തെളിഞ്ഞ വെള്ളം കണ്ടോ, ഒരു ബ്ലൂ ഷെയ്ഡ് വെള്ളം നിൽക്കുന്നുണ്ട് അതിനകത്ത് കേട്ടോ. ഓക്കെ, പിന്നെ ഞാനിവിടെ പ്ലേ ഗ്രൗണ്ട് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ ദിവസവും സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം നല്ല രസകരമായിട്ട് ചില്ലറ രീതിയിലൊക്കെ കളിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ്. എന്തായാലും നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുള്ള 100% ഉറപ്പാണ്. എപ്പോഴും നമുക്ക് ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ട് വന്ന് ഇവിടെ അടിച്ച് പൊളിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ 5 ഫാമിലീസും ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനിയിപ്പോൾ ഹട്ടിലേക്ക് പോകുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ചാർക്കോൾ വെച്ചിട്ട് ചിക്കനൊക്കെ പ്രത്യേകം ചൂടാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട്. ആ ഏരിയയൊക്കെ ഞാൻ പോകാൻ പോണേണ്. അപ്പോൾ എന്തായാലും നിങ്ങളവിടെ സന്ദർശിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, വെക്കേഷൻ കാലം അടിച്ചു പൊളിക്കുക. ഓക്കെ, വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ സ്വന്തം ഇടവേള റാഫി. താങ്ക് യു, ബൈ. ചാനൽ ആദ്യമായി കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റ് പ്രൊമോട്ടർമാർ നമുക്ക് ആരുമില്ല, നിങ്ങൾ തന്നെ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ, സൈൻ ഓഫ്. ഞാൻ ഒരിക്കൽ കൂടി ഞാൻ താമസിക്കുന്ന റിസോർട്ടിൻ്റെ പേര് കാണിക്കാൻ പോണേണ് കേട്ടോ. ഓക്കെ, മറക്കണ്ട, വരിക. ഓക്കെ.